ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പെൺകുട്ടികൾ ആൺകുട്ടികളെ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് അവരെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കുറേ രീതികളുണ്ട്, പക്ഷെ പലപ്പോഴും അത് ആൺകുട്ടികൾക്ക് മനസ്സിലാവാറില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. എങ്ങനെയാണ് പെൺകുട്ടികൾ പൊതുവെ അവർ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. ഒരു പെൺകുട്ടി നിങ്ങളോട് പറയാതെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോ മേക്കപ്പ് അല്ലെങ്കിൽ സിമ്പിൾ ലുക്ക് ടെസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലുക്കിൽ ആൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആള് സാധാരണ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്ന സമയത്തുള്ള അതേ രീതിയിൽ തന്നെയാണോ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണോ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ നമ്മൾ കാണാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയിട്ട് കാണാമെന്നൊക്കെ പറയും. അതല്ലാതെ വളരെ സിമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു അതായത് മുമ്പത്തെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ ഒന്നും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഏത് ലുക്കിൽ പോയി കഴിഞ്ഞാലും ആൾക്ക് ഇഷ്ടപ്പെടും അല്ലേ. അതല്ലാതെ കാണാൻ കുറച്ചൊരു ഭംഗി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കുക, ഭംഗി കുറച്ച് കുറയുമ്പോൾ സ്നേഹം കുറച്ച് കുറയുക, ആ രീതിയിലുള്ള സ്നേഹത്തെ ആരും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവർ ഇങ്ങനെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവുക, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ക്വയറ്റ് ടെസ്റ്റ് എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ സൈലന്റ് ടെസ്റ്റ് എന്നൊക്കെയാണ് പറയുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുന്ന സമയത്ത് 1-2 ദിവസം ഇവരിങ്ങനെ മിണ്ടാതിരിക്കും. അതായത് സൈലന്റ് ആയിരിക്കും, ഒന്നും മിണ്ടില്ല. അപ്പം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ, അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ, ഓക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പുറകെ പോയി ഒന്നും പറയുന്നതല്ലാതെ നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അവരെ സമാധാനിപ്പിക്കുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം മെസ്സേജും കോളൊന്നും കാണാതെ ആകുമ്പോൾ അവിടെ ഇട്ടിട്ട് പോയി, പിന്നെ സീനിൽ വേറെ ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ റിലേഷൻഷിപ്പ് തേടി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവരെല്ലാം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെയും അവോയ്ഡ് ചെയ്യുമോ, അതല്ലെങ്കിൽ ഇപ്പം അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുമോ, അല്ലെങ്കിൽ അവരുടെ പുറകെ ഇപ്പം നീ എന്തിനും ഇങ്ങനെ നിൽക്കുന്നേ, അല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, ഈ രീതിയിലൊക്കെ പറയുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറി ടെസ്റ്റാണ്. അതായത് ഇപ്പോൾ ആൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഞാൻ തീരെ കംഫർട്ടബിൾ അല്ല, എനിക്ക് തീരെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോൾ ആ ഒരു ബൗണ്ടറി നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പറയുകയാണ്, സംസാരിക്കുന്ന സമയത്ത് പറയുകയാണ് എനിക്ക് എന്തോ ഒട്ടും തീരെ ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, ഇപ്പോൾ സംസാരിക്കുമ്പോഴൊന്നും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ദേഷ്യത്തോടെ നിനക്ക് പിന്നെ എന്താ ഓക്കെ ആവുന്നത്, അല്ലെങ്കിൽ നീ അത് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് വേണമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ആൾക്ക് മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടും ആൾ ഇതുപോലെ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആൾ ഓക്കെ അല്ല എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് നെഗറ്റീവായിട്ട് കാണരുത്, നിങ്ങളുടെ ഇഷ്ടക്കുറവായിട്ടൊന്നും കാണരുത്. ഇഷ്ടമൊക്കെ എപ്പോഴും ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ചില സമയങ്ങളിൽ ചെറിയ ചെറിയ വിഷമങ്ങളും മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ അവരെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നീ കുറച്ചു നേരം മിണ്ടാതെ ഇരിക്കുക അല്ലെങ്കിൽ തനിച്ചിരിക്കുക, അപ്പൊ നീ ഓക്കെ ആവും, എന്നിട്ട് നീ ഒന്ന് വിളിക്കുക, ഞാൻ എപ്പോഴായാലും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് റിപ്ലൈ കൊടുത്താൽ മതി. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അത് മിക്ക പെൺകുട്ടികളും ചെയ്യാറുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ ആളും കൂടെ ചേരുകയും അത് കുറച്ചങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചറെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കും. മാരേജ് ആണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ ഒരു ടൈം പാസ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടോക്കിലേക്ക് നിൽക്കില്ല എന്നുള്ളതാണ്. അത് ആൾ അവോയ്ഡ് ചെയ്യും. അപ്പം അതിലൂടെ തന്നെ ആൾ സീരിയസ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതറിയാൻ വേണ്ടിയിട്ടും പല പെൺകുട്ടികളും ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ മാരേജിന് ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എങ്ങനെ നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലാസ്റ്റത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ജലസി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അതന്നെയാണ് സംഭവം. വേറെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ജലസി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് ജലസി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലും കുറിച്ച് പറയും, പ്രത്യേകിച്ച് ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ആരോടും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ചെറിയൊരു കുശുമ്പുണ്ട്, അസൂയുണ്ട്, അങ്ങനെയൊക്കെ പൊസസീവ്നെസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ചില പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. പൊസസീവ്നെസ് ഉണ്ടാവുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട്
അവരെങ്ങനെ ചെറിയ രീതിയിലൊക്കെ മറ്റുള്ള ആൺകുട്ടികളെ കുറിച്ച് പറയും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട, എങ്കിലും ചില സമയങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ പൊസസീവ് ആയ രീതിയിൽ ബിഹേവ് ചെയ്യാം. അത് അവരെ കുറച്ചുകൂടി ഒന്ന് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജലസിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊസസീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടക്കൂടുതലാണെന്നുള്ളതൊക്കെ വിചാരിക്കും, ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും അവർക്ക് സന്തോഷം. ഈ രീതിയിലും അവർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരം രീതിയിലൊക്കെയാണ് പെൺകുട്ടികൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ അതോടെ ഒന്ന് പോയി കാണുക, കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനായിട്ട് അതോടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്